ഇന്നലെ രാത്രി നല്ല മോശമില്ലാത്ത രീതിയിൽ തന്നെ മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ അന്തരീക്ഷം കംപ്ലീറ്റ് നല്ല രീതിക്ക് തണുത്തിട്ടുണ്ട്. നമ്മുടെ ചീരാട്ടൻ്റെ പറമ്പിലുള്ള വാഴകളൊക്കെ പൂത്ത് കുലർച്ചങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ്. സമയം ഏതാണ്ട് 6:30 മണിയായി കേട്ടോ. പുറത്ത് നല്ല മഴയാണ്. ഇന്നൊരു നല്ല മഴയുള്ള ദിവസം കേട്ടോ. ഈ മഴയത്ത് പോയിട്ട് ചായ കുടിക്കാമെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര രസമുള്ള കാര്യമാണ് കേട്ടോ. നമ്മളെ വണ്ടികളെ കിടക്കുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ കോൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ സ്കൂട്ടർ ആയിക്കോട്ടെ, ബൈക്ക് ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, നമ്മൾ മോർണിംഗിൽ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാതെ ഒരുപാട് സമയം വെച്ച് നമ്മൾ പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കുറച്ച് സമയം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഹോൾഡ് ചെയ്തിടണം. കാരണം ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ എൻജിൻ ലൈഫ് നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ വണ്ടിയുടെ എൻജിൻ ലൈഫ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാലും യാത്ര എന്ന് പറഞ്ഞാലും അതൊരു വികാരമാണ് ഗൈസ്. അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് മാത്രമേ മനസ്സിലാകുകയുള്ളൂ. ബാക്കി എല്ലാവരും നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അവൻ വണ്ടിയെടുത്ത് അങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു. നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ടെന്നേ. നമ്മുടെ നമ്മുടെ എടച്ചേരി നാട്ടിലെ റോഡാണ് കേട്ടോ. നമ്മുടെ ഏറ്റവും വീടിൻ്റെ അടുത്തുള്ള റോഡാണ്. വലിയ സ്പേസ് ഒന്നുമില്ല. ഒരു വണ്ടി അപ്പുറത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സൈഡ് പോലും കൊടുക്കാനില്ലാത്ത റോഡാണെങ്കിലും നല്ല വൈബാണ് കേട്ടോ. ഇതുപോലുള്ള റോഡിലോട്ട് ഓടിക്കുന്നത് എനിക്ക് പ്രത്യേകം ഇഷ്ടമാണ്. പ്രത്യേകിച്ച് മഴയുള്ള സമയത്താകുമ്പോൾ നമ്മുടെ വൈബ് അങ്ങോട്ട് കൂടും. അപ്പോൾ ഇതുപോലുള്ള സമയത്ത് ഒരു ചായ കുടിക്കുക, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോയിട്ട് ചൂടുള്ള ഒരു കാപ്പി കുടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ അൻവർക്കാടെ കടയിലെത്തി. ഇവിടെ രാവിലെ തന്നെ നല്ല മുട്ടയപ്പവും പഴംപൊരിയും പൊരിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല ഒന്നാന്തര ചായയും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു ലെവല് എൻ്റെ പൊന്നോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ രാവിലെ തന്നെ വന്ന് ഇതുപോലെ നമ്മൾ ചായ കുടിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കടയാണെങ്കിൽ അവിടെ നമുക്കൊരു പ്രത്യേക വൈബായിരിക്കും, ഒരു പ്രത്യേക സ്വാതന്ത്ര്യവും. അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ മഴയായതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലവും ഇങ്ങനെ നനഞ്ഞ് കുതിർന്ന് നിൽക്കുകയാണ്. പല സ്ഥലങ്ങളിലും മാങ്ങയൊക്കെ വീണ് അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അമ്മയും അനിയത്തിയും കൂടെ നമ്മുടെ ഏച്ചീൻ്റെ മോൻ്റെ ബർത്ത്ഡേ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മഴയല്ലേ, വേറെ പ്രത്യേകിച്ച് പണിയെന്താ. അപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. ഞാൻ പല്ല് തേച്ചിട്ടില്ല. അപ്പോൾ പല്ല് വെച്ച് നമ്മൾ നേരെ വയലിലോട്ട് വെച്ച് പിടിക്കുകയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ, അതായത് കണ്ണൂർ എടച്ചേരി വയലാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ഒരു മാസം, അതായത് മെയ് മാസത്തിൽ ഈ വേനൽ മഴക്ക് പെയ്ത് കയറിയ വെള്ളമാണ് കേട്ടോ. ഈ വെള്ളം കയറുന്നതിലൊരു പ്രത്യേകതയുണ്ട്. ഇതിൽ ഒരുപാട് മീനുകൾ ഇറങ്ങും. അതായത് നമ്മുടെ തോട്ടിൽ നിന്ന് വയലിലോട്ട് മുട്ടയിടാനാണ് അത്തരത്തിൽ മീനുകൾ ഇറങ്ങുന്നത്. അപ്പം ഇവിടെ ഇപ്പോൾ സാധാരണ നമ്മൾ ഈ ഒരു മാസം വെള്ളം കയറി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കത്തിയാൾ എന്ന് പറയാം, കണ്ണൂർ കത്തിയാളൊക്കെ എടുത്ത് നമ്മൾ മീനിനെ കൊത്താനായിട്ട് ഇറങ്ങാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യവും അതുപോലെ മീൻ കയറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ ചേട്ടന്മാരെ ആരെയും കാണാനില്ല, എല്ലാവരും ബിസിയാണെന്ന് തോന്നുന്നു. അപ്പം അല്ലെങ്കിൽ ആരും അറിഞ്ഞിട്ടില്ല. അതാണ് ഇപ്പോൾ അത്യാവശ്യം മീനൊക്കെ ഉള്ളൊരു വയലാണ് കേട്ടോ. നമ്മൾ അത്യാവശ്യം ഒരുപാട് മീനുകളെ പിടിക്കുന്ന നമ്മുടെ ഒരു വയലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങളുടെ നാട്ടിലുള്ളത് നിങ്ങൾ ഷെയർ ചെയ്യുക. എന്തൊക്കെയാണ് നിങ്ങളുടെ അനുഭവം മഴയത്ത്, അല്ലെങ്കിൽ മഴ സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നിങ്ങളുടെ ഒരു ഹോബീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്കും അറിയാൻ താല്പര്യമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്നെടുത്ത ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്ന കാര്യവും, അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെയാണ് നിങ്ങളിതിനെ കാണുന്നതെന്നുള്ള കാര്യവും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ അതറിയാൻ നമുക്ക് ഭയങ്കരമായിട്ടുള്ള താല്പര്യമുണ്ട്. അപ്പോൾ ഇതുപോലുള്ള നാടൻ കാഴ്ചകളും അതുപോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള അന്തരീക്ഷവും നാട്ടു വർത്താനവും നമ്മുടെ ആ ഒരു സന്തോഷമൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് വീഡിയോസിൽ വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു അനക്കം കണ്ടോ? അതിനുശേഷം കുമിളകളായിട്ട് ഇങ്ങനെ പൊന്തി വരുന്നുണ്ടോ? ഇതിന് നമ്മൾ കണ്ണൂരുകാർ പറയുന്നത് കൈച്ചൽ എന്നാണ് ഈ മീനിനെ. അതായത് കൈച്ചൽ മീനിൻ്റെ കുട്ടികളെയാണ് നിങ്ങൾ കാണുന്നത്. മറ്റ് ജില്ലകളിലൊക്കെ ഇതിനെ വരാലെന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ ഇവിടെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ അമ്മച്ചി കൈച്ചലും അതുപോലെ തന്നെ അച്ഛൻ കൈച്ചലും ഈ പരിസരത്ത് തന്നെ ഉണ്ടാവും. ഈ ഒരു സമയത്ത് ഇതിനെ പിടിക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. പക്ഷേ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം അതിൻ്റെ പാരൻറ്റിനെ പിടിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾ അവിടെ കിടന്ന് ചത്തുപോകും. അപ്പോൾ നമ്മുടെ മീനിൻ്റെ തന്നെ വംശനാശത്തിനിടയാവും. നിങ്ങൾ ആരെങ്കിലും അത്തരത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യരുത്. ഞാൻ നാട്ടിലുള്ള ചേട്ടന്മാരോടായാലും ഇനി നമ്മുടെ അനിയന്മാരോടായാലും ഞാൻ കൃത്യമായിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിലിനിയിപ്പോൾ നമ്മളോട് വിഷമം തോന്നിയാലും ഒരു കുഴപ്പമില്ലാന്ന്. കാരണം ഇവിടെ പ്രകൃതി ഒരു വസ്തുവിനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഉപയോഗിക്കാം. മീനെന്ന് പറഞ്ഞാൽ മത്സ്യബന്ധനം നടത്താം നിങ്ങൾക്ക്. പക്ഷേ അനാവശ്യമായ രീതിയിലാണ് നിങ്ങൾ മത്സ്യബന്ധനം നടത്തുന്നതെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് പിടിക്കാൻ വേണ്ടി ഇവിടെ മത്സ്യം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. പ്രകൃതി ഓരോ വസ്തുക്കളെയും ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് അതിൻ്റെ ഓരോ ധർമ്മങ്ങളുണ്ട്. അതിന് ഇവിടെ ഒരു ഉപയോഗവും ഇല്ലാത്തൊരു സാധനം ഏതാണെന്നറിയോ? അത് നമ്മൾ മനുഷ്യന്മാർ മാത്രമാണ് കേട്ടോ. പ്രകൃതി എന്ന് പറയുന്ന പ്രതിഭാസത്തിന് മുന്നിൽ നമ്മൾ മനുഷ്യരൊന്നുമല്ല. ഇവിടെയുള്ളൊരു പ്രത്യേകത, മറ്റ് ജീവജാലങ്ങൾക്കൊക്കെ പ്രകൃതിയുടെ മാത്രം സംഭവം കൊണ്ട് ജീവിക്കാം.
പക്ഷേ മറ്റ് ജീവജാലങ്ങളില്ലെങ്കിൽ നമ്മൾ മനുഷ്യൻ ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. കാരണം മനുഷ്യൻ എപ്പോഴും എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരാളാണ്. സ്വന്തമായിട്ടൊരു തേങ്ങയും ഇല്ലാത്തൊരു ജീവിയാണ് നമ്മൾ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഒന്നിനെയും ഉപദ്രവിക്കാതെ നമ്മൾ നല്ല രീതിക്ക് ജീവിക്കും.